ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ഹെങ്കോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം. ഇത് പുള്ളിക്കാരന്റെ ഗിഫ്റ്റാ. 4 വാഷിൽ ഫെയ്ഡായി. ശരിക്കും സങ്കടമായി. നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ്. പുതിയ ഹെൻകോ മാറ്റിക്. ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു, തുണികളെ ഫേഡ് ആവാതെ സൂക്ഷിക്കുന്നു. പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ. ഇനി ഇഴകളും പൊട്ടില്ല, സങ്കടവുമാവില്ല. ഹെൻകോ മാറ്റിക് വെറും വാഷ് അല്ല, കെയർ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 30 ബുധനാഴ്ച. പുതിയ കാർഷിക നിയമങ്ങൾക്കെതിരെ തുടരുന്ന പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാരും സംയുക്ത കിസാൻ മോർച്ചയും തമ്മിലുള്ള നിർണായക ചർച്ച ഇന്ന്. കർഷകർ ഉന്നയിച്ച വിഷയങ്ങളിൽ തുറന്ന മനസ്സോടെ ചർച്ചയാവാമെന്നാണ് കൃഷി മന്ത്രാലയത്തിനുവേണ്ടി കഴിഞ്ഞ ദിവസം സെക്രട്ടറി സഞ്ജയ് അഗർവാൾ നേതാക്കളെ അറിയിച്ചത്. ഇന്നുച്ചയ്ക്ക് 2-ന് വിജ്ഞാൻ ഭവനിൽ നടക്കുന്ന ചർച്ച പരാജയപ്പെട്ടാൽ പുതുവർഷം മുതൽ അതിരൂക്ഷമായ സമരത്തിന് തയ്യാറെടുക്കുകയാണ് കർഷകർ. സംസ്ഥാനങ്ങളുമായി ആലോചിക്കാതെ പുതിയ കാർഷിക നിയമങ്ങൾ കൊണ്ടുവന്നതിന്റെ പേരിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനവുമായി NCP നേതാവ് ശരത് പവാർ. ഡൽഹിയിലിരുന്നുകൊണ്ട് രാജ്യത്തെ കാർഷിക മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാനാവില്ലെന്ന് പറഞ്ഞ പവാർ ആരും പറയുന്നത് കേൾക്കില്ലെന്നും നിലപാടിൽ ഒരു മാറ്റവും വരുത്തില്ലെന്നും ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു സർക്കാരിനെ എങ്ങനെ പറയാനാകുമെന്നും ചോദിച്ചു. ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിലുള്ളത് ആഴമുള്ള പ്രശ്നമാണെന്ന് PS ശ്രീധരൻപിള്ള. പ്രശ്നപരിഹാരത്തിന് സഭയ്ക്കകത്ത് തന്നെ സമന്വയം ഉണ്ടാകണം. സുപ്രീംകോടതി വിധിയുടെ മെറിറ്റിലേക്ക് കടക്കുന്നില്ലെന്നും സഭകളുമായുള്ളത് നല്ല ബന്ധമാണെന്നും PS ശ്രീധരൻപിള്ള പറഞ്ഞു. സഭാതർക്കം നിയമനിർമ്മാണത്തിലൂടെ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് യാക്കോബായ സഭ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ടു. വിശ്വാസികൾ ഒപ്പിട്ട ഭീമ ഹർജി ഗവർണർക്ക് സമർപ്പിച്ചു. 2 വിഭാഗങ്ങളെയും ഒന്നിച്ച് ഉച്ചഭക്ഷണത്തിനിരുത്താൻ കഴിഞ്ഞതിൽ സന്തോഷമെന്ന് ഗവർണർ പ്രതികരിച്ചു. മഞ്ഞൊരുക്കാൻ സാധിക്കുമെങ്കിൽ നല്ലതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒരു വിഭാഗത്തിന്റെ വക്താവായി മുഖ്യമന്ത്രി സംസാരിക്കുന്നത് ഖേദകരമാണെന്ന് ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറോസ് മെത്രോപൊലീത്ത. സഭയെക്കുറിച്ച് വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധാരണാജനകവുമായ കാര്യങ്ങളാണ് പറഞ്ഞതെന്നും സഭയെ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി സംസാരിച്ചത് അത്യന്തം നിർഭാഗ്യകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒത്തുതീർപ്പുകൾക്ക് ഓർത്തഡോക്സ് സഭ വഴങ്ങുന്നില്ലെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെയാണ് ഓർത്തഡോക്സ് സഭയുടെ പ്രതികരണം. ജനിതകമാറ്റം വന്ന വൈറസ് ലോകത്ത് പടരുന്നുവെന്നറിഞ്ഞപ്പോൾ തന്നെ കേരളത്തിൽ മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിരുന്നതായി ആരോഗ്യമന്ത്രി KK ശൈലജ. UK-യിൽ നിന്ന് വന്നവർക്ക് ഈ വൈറസ് ബാധിച്ചിട്ടുണ്ടോ എന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. ജനിതകമാറ്റം വന്ന വൈറസ് സ്ഥിരീകരിച്ചാലും ചികിത്സാ പ്രോട്ടോകോൾ പഴയതു തന്നെയായിരിക്കുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. പാലായിൽ മാണി സി കാപ്പൻ UDF സ്ഥാനാർത്ഥിയാകുമെന്ന PJ ജോസഫിന്റെ പ്രസ്താവനയെക്കുറിച്ച് അറിയില്ലെന്ന് മാണി സി കാപ്പൻ. പാലാ സീറ്റ് ജോസഫ് വിഭാഗം മാണി സി കാപ്പനെ വിട്ടുനൽകുമെന്നും NCP-യായി തന്നെ കാപ്പൻ മത്സരിക്കുമെന്നുമായിരുന്നു ജോസഫിന്റെ പ്രതികരണം. ജോസഫിന്റെ വാദം നിഷേധിക്കാതിരുന്ന കാപ്പൻ NCP-യും താനും നിലവിൽ LDF-ൽ തന്നെയാണെന്ന് പ്രതികരിച്ചു. നെയ്യാറ്റിൻകരയിൽ ഭൂമി ഒഴിപ്പിക്കലിനിടെ തീകൊളുത്തി മരിച്ച രാജന്റെ ഭാര്യ അമ്പിളിയുടെ മൃതദേഹവും സംസ്കരിച്ചു. 3.5 സെന്റിലെ തർക്കഭൂമിയിൽ രാജന്റെ കുഴിമാടത്തിന് സമീപം തന്നെയാണ് അമ്പിളിക്കും അന്ത്യവിശ്രമമൊരുക്കിയത്. 2.5 മണിക്കൂറോളം അമ്പിളിയുടെ മൃതദേഹം തടഞ്ഞ് നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു. മക്കൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് കളക്ടർ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. നെയ്യാറ്റിൻകരയിൽ ദമ്പതികളുടെ മരണത്തിനിടയാക്കിയ ഒഴിപ്പിക്കൽ നടപടികൾക്ക് വഴി തുറന്ന പരാതിക്കാരി വസന്തയെ പോലീസ് വീട്ടിൽ നിന്നും മാറ്റി. ഹൈക്കോടതി വിധി വരാൻ പോലും കാത്തുനിൽക്കാതെ വീടൊഴിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചത് വസന്തയുടെ ഇടപെടൽ മൂലമാണെന്ന് നേരത്തെ മരണപ്പെട്ട രാജൻ അമ്പിളി ദമ്പതികളുടെ മക്കൾ ആരോപിച്ചിരുന്നു. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം. അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയമനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. കേരളത്തിൽ 61,778 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 5,887 പേർക്ക് ഇന്നലെ COVID-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 24 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 3014ആയി. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 89 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 5180 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 555 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 63 ആരോഗ്യപ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 5029 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 64,861 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്.
കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ: കോട്ടയം 777, എറണാകുളം 734, തൃശൂർ 649, മലപ്പുറം 610, പത്തനംതിട്ട 561, കോഴിക്കോട് 507, കൊല്ലം 437, തിരുവനന്തപുരം 414, ആലപ്പുഴ 352, പാലക്കാട് 249, കണ്ണൂർ 230, വയനാട് 208, ഇടുക്കി 100, കാസർഗോഡ് 59. സംസ്ഥാനത്ത് ഇന്നലെ ഒരു പുതിയ ഹോട്ട്സ്പോട്ട്. 3 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. ഇതോടെ സംസ്ഥാനത്ത് ആകെ 463 ഹോട്ട്സ്പോട്ടുകൾ. തൃശൂർ ജില്ലാ കളക്ടർ എസ് ഷാനവാസിനെ കോവിഡ് സ്ഥിരീകരിച്ചു. RT-PCR പരിശോധനയിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം നടന്ന കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിൽ കളക്ടർ പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹവുമായി ഇടപെട്ടവരുടെ പട്ടിക തയ്യാറാക്കി വരികയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കാസർഗോഡ് DCCയിൽ പൊട്ടിത്തെറി. നിലവിലെ DCC അധ്യക്ഷൻ ഹക്കീം കുന്നിലിനെ അടിയന്തരമായി മാറ്റണമെന്നാവശ്യപ്പെട്ട് ജില്ലയിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിന് കത്ത് നൽകി. നഗരസഭാ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിലെ പാർട്ടി നിലപാടിൽ പ്രതിഷേധിച്ച് പ്രകടനം നടത്തിയ 3 ബ്രാഞ്ച് സെക്രട്ടറിമാരെ പുറത്താക്കാനുള്ള ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം മാറ്റി. ഇവരിൽ നിന്ന് വിശദീകരണം തേടിയാൽ മതിയെന്നാണ് പുതിയ തീരുമാനം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ ഉത്സവത്തിന് സ്റ്റേജ് ഷോകൾ വേണ്ടെന്ന തീരുമാനത്തിൽ ഇളവ് വരുത്തുന്നു. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് സ്റ്റേജ് ഷോകൾ നടത്താം. മലയാള സിനിമാ പിന്നണി ഗായകരുടെ സംഘടനയായ സമം മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ഇറ്റലിയിലെ വേൾഡ് അക്കാദമി ഓഫ് സയൻസും ചൈനീസ് അക്കാദമി ഓഫ് സയൻസും ചേർന്ന് നൽകുന്ന പ്രഥമ യുവ ശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായി മലയാളി. മലപ്പുറം സ്വദേശിയായ ഡോക്ടർ അജിത് പരമേശ്വരനാണ് അഭിമാനാർഹമായ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. വികസ്വര രാജ്യങ്ങളിലെ മികച്ച ഗവേഷകർക്ക് നൽകുന്നതാണ് ഈ പുരസ്കാരം. ആരോഗ്യനില മോശമായത് ദൈവത്തിന്റെ മുന്നറിയിപ്പെന്ന് രജനീകാന്ത്. തന്നെ വിശ്വസിച്ചിറങ്ങുന്നവരെ ബലിയാടുകളാക്കാൻ ഉദ്ദേശമില്ലെന്നും പാർട്ടി പ്രഖ്യാപനത്തിൽ നിന്ന് പിന്മാറുന്നുവെന്നറിയിച്ച രജനീകാന്ത് വ്യക്തമാക്കി. മാധ്യമങ്ങളിലൂടെയും സമൂഹമാധ്യമങ്ങളിലൂടെയും മാത്രം പ്രചരണം നടത്തിയാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്താനോ വലിയ വിജയം നേടാനോ കഴിയില്ലെന്നും രാഷ്ട്രീയ അനുഭവമുള്ള ആരും ഈ യാഥാർത്ഥ്യം തള്ളിക്കളയില്ലെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു. രാഷ്ട്രീയത്തിലേക്കില്ലെന്ന രജനീകാന്തിന്റെ തീരുമാനം നിരാശാജനകമെന്ന് കമൽഹാസൻ. ചെന്നൈയിൽ എത്തിയാൽ ഉടൻ രജനീകാന്തിനെ കാണും. രജനി രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് തന്നെയാണ് ആഗ്രഹം. എന്നാൽ രജനീകാന്തിന്റെ ആരോഗ്യവും മുഖ്യമെന്ന് കമൽ പറഞ്ഞു. എന്തു ഭക്ഷണം കഴിക്കണമെന്നത് തന്റെ അവകാശമാണെന്ന് കർണാടക മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. ചില വിഷയങ്ങളിൽ പ്രതികരിക്കാനുള്ള പാർട്ടി നേതാക്കന്മാരുടെ ധൈര്യമില്ലായ്മയെ രൂക്ഷമായി വിമർശിച്ചാണ് സിദ്ധരാമയ്യയുടെ പ്രസ്താവന. താൻ കന്നുകാലി മാംസം കഴിക്കാറുള്ള ആളാണ്. അത് ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാണ്? താനിത് അസംബ്ലിയിലും പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കഴിക്കേണ്ട എന്നാണെങ്കിൽ നിങ്ങൾ കഴിക്കണ്ട. അതിനാരും നിർബന്ധിക്കുന്നില്ല. നീ ഇതുവരെ നിന്റെ ബാറ് മാറ്റിയില്ലേ? എച്ചിൽ പാത്രങ്ങളിൽ ബാക്ടീരിയ 19 മിനിറ്റിൽ 700% വളരുന്നു. പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ ഇഞ്ചിയുണ്ട്. സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും. അതായത് ബാക്ടീരിയയുടെ മേൽ ഡബിൾ ആക്രമണം. എക്സോ ഫാമിലി, ഹെൽതി ഫാമിലി ഫ്രം ജ്യോതി ലാബ്. ഇന്ത്യയിൽ ഇന്നലെ 20,529 കോവിഡ് രോഗികൾ. മരണം 285. ഇതോടെ ആകെ മരണം 1,48,475 ഇതുവരെ 1,02,45,326 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 98.33 ലക്ഷം പേർ രോഗമുക്തി നേടി. രാജ്യത്ത് നിലവിൽ 2.60 ലക്ഷം കോവിഡ് രോഗികൾ. മഹാരാഷ്ട്രയിൽ ഇന്നലെ 3018 കോവിഡ് രോഗികൾ. ഡൽഹിയിൽ 703 പേർക്കും പശ്ചിമബംഗാളിൽ 1244 പേർക്കും കർണാടകയിൽ 662 പേർക്കും ആന്ധ്രയിൽ 326 പേർക്കും തമിഴ്നാട്ടിൽ 957 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ആഗോളതലത്തിൽ ഇന്നലെ 5,75,353 കോവിഡ് രോഗികൾ. അമേരിക്കയിൽ 1,67,710 പേർക്കും ബ്രസീലിൽ 57,227 പേർക്കും ഇംഗ്ലണ്ടിൽ 53,135 പേർക്കും റഷ്യയിൽ 27,002 പേർക്കും രോഗം ബാധിച്ചു. 12,946 മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയിൽ 3,077 പേരും ബ്രസീലിൽ 1,075 പേരും
ജർമ്മനിയിൽ 935 പേരും ഇറ്റലിയിൽ 659 പേരും റഷ്യയിൽ 562 പേരും ഇന്നലെ മരിച്ചു. ഇതോടെ ആകെ 8.22 കോടി കോവിഡ് രോഗികളും 17.94 ലക്ഷം മരണവും സ്ഥിരീകരിച്ചു. യുഎഇയിൽ സന്ദർശക വിസയിലുള്ളവർക്ക് 1 മാസം രാജ്യത്ത് സൌജന്യമായി താമസിക്കാം. യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് 1 മാസത്തേക്ക് ഇളവ് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിട്ടത്. മെൽബൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരായ തോൽവിക്ക് പിന്നാലെ ഓസ്ട്രേലിയയ്ക്ക് തിരിച്ചടിയായി കനത്ത പിഴയും. കുറഞ്ഞ ഓവർ നിരക്കിന്റെ പേരിൽ ഓസീസ് ടീമിനെ മാച്ച് ഫീയുടെ 40% പിഴയായി വിധിച്ച മാച്ച് റഫറി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റിൽ നിന്ന് ഓസീസിന്റെ 4 പോയിന്റ് വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റിൽ ഇന്ത്യയ്ക്ക് മുന്നിൽ 1ാം സ്ഥാനത്താണ് ഓസീസ് ഇപ്പോൾ. ഓസ്ട്രേലിയയ്ക്കെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിനിടെ പരിക്കേറ്റ പേസർ ഉമേഷ് യാദവിന് 3ാം ടെസ്റ്റ് നഷ്ടമാകാൻ സാധ്യത. ബൌൾ ചെയ്യുന്നതിനിടെ കാലിലെ പേശിക്ക് വേദന അനുഭവപ്പെട്ട ഉമേഷിനെ 3ാം ടെസ്റ്റിൽ കളിക്കാൻ സാധിക്കില്ലെന്ന് ടീമിനോടടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ANI റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ഓസീസിനെതിരായ നിശ്ചിത ഓവർ മത്സരത്തിൽ തിളങ്ങിയ തമിഴ്നാട്ടുകാരൻ ടി നടരാജനെ ടെസ്റ്റിൽ അരങ്ങേറാൻ അവസരം ലഭിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. ISLൽ 1ാം സ്ഥാനത്തുള്ള ATK മോഹൻ ബഗാനെ ഗോൾരഹിത സമനിലയിൽ തളച്ച് ചെന്നൈയിൻ FC. പന്തടക്കത്തിലും പാസിംഗിലും മുന്നിട്ടുനിന്നത് ചെന്നൈയായിരുന്നുവെങ്കിലും വിജയ ഗോൾ നേടാൻ മാത്രം അവർക്കായില്ല. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ദ ഡെയിലി ന്യൂസ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.